നല്ല കോമഡിയാണ്, ചിരിക്കാം. വളരെ മോശമായ ഒരു സിനിമ, വളരെ മോശം. അത് ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഒരു ചെറിയ പ്രേമമാണ് കാണിക്കുന്നത്. ആ പ്രേമവും അതിനെ ചുറ്റിപ്പറ്റി ആ പ്രേമം നായകനും നായികയും ഒരുമിക്കാനുള്ള ഒരു സാഹസമാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിനേക്കാൾ വലിയ സാഹസമായിപ്പോയി. ചേട്ടാ പടം ഓക്കെയാണ്, ഭയങ്കര ഇഷ്ടം വെച്ചാൽ അങ്ങനെയല്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര അങ്ങോട്ട് വർക്കാവില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് കൊള്ളാം. എല്ലാവരുടെ ഫൈറ്റും ഡാൻസും പരിപാടികളൊക്കെ കൊള്ളായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ബാബു അന്നൻ ചേട്ടൻ്റെ ഫൈറ്റും കാര്യങ്ങളാണ്. പുള്ളിയെ കുറച്ച് നാളെ അങ്ങനെ കണ്ടിട്ട് ഒരു അടപടലം ഫൈറ്റൊന്നുമല്ല, എന്നാൽ പുള്ളിയുടെ ആ കരാട്ടയും പരിപാടിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെസ്സയാണെങ്കിലും ശബരീഷ് ബ്രോ, ബൈജു, നമ്മളെ തിരുവനന്തപുരം ബൈജു അണ്ണൻ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ആക്ഷൻ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. എടുത്തു പറയാനായിട്ട് തോന്നിയത് എന്താണ്, ഈ നാരായണ ചേട്ടൻ്റെ പെർഫോമൻസ് ആണ്. പുള്ളി ആ ലുക്കും ക്യാരക്ടർ പെർഫോമൻസ് ആ ഒരു കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്, കുഴപ്പമില്ല. പാട്ടാണ് പടത്തിനെ കൊണ്ടുപോയത് കേട്ടോ. സെക്കൻഡ് ഹാഫിലെ BGM-ഉം സോങ്സും ക്ലൈമാക്സിൽ ആ പാട്ടും ഒക്കെ അങ്ങനെ പടത്തിന്റെ മൊത്തത്തിൽ മൂഡ് മാറ്റിയത്, സാഹസം മൂടാക്കിയത് അപ്പോഴാണ്. ഏറെക്കുറെ സാഹസം മൂടെന്ന് വെച്ചാൽ ഭയങ്കരമായ സാഹസം മൂടായാലും, പക്ഷെ സാഹസം മൂടാക്കാൻ ഒരു മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നമുക്കത് ഓവറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ആവറേജ് ടൈപ്പ് ഉണ്ട്. ഭയങ്കരമായ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ബോറടിക്കാൻ കാണാൻ പറ്റുന്ന പടം. എസ്പെഷ്യലി നേരത്തെ ഇറങ്ങിയ സുമതി വളവൊക്കെ എല്ലാവരും പോസ്റ്റ്, അതിനേക്കാൾ എന്തുകൊണ്ടും മികച്ച സിനിമ തന്നെയാണ്. നമുക്ക് ഒരു ജസ്റ്റ് മൈൻഡ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയൊരു പടം, വേറെ ഒന്നുമില്ല. ഭയങ്കരമായിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല. പോസിറ്റീവ് പറയുകയാണെങ്കിൽ ജീവ എടുത്തു പറഞ്ഞ സാഹസത്തിൽ ജീവയാണ് തൂക്കിയത്. എനിക്ക് ജീവയുടെ സ്വാഗം കാരണങ്ങളും ഒട്ടും ഒരു രക്ഷയില്ല, അടിപൊളി. റംസാനെ കാട്ടി തൂക്കിയ ജീവയാണ്. ജീവ കുറച്ച് സീനിൽ അഭിനയിക്കാനുള്ളൂ, പക്ഷെ ജീവ കൊണ്ടുപോയി, സാഹസം ജീവ കൊണ്ടുപോയി. വേറെ റംസാന്റെ അഭിനയം ഗൗരി എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഓണത്തിന് അടുത്താഴ്ച കൂലിയില്ലേ, സ്റ്റാർട്ടിങ് തൂക്കി, സാഹസം തൂക്കി. എന്നാ ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ പറയാൻ? കോമഡി ഉള്ളതായിരുന്നു, ആക്ഷനും ഉള്ളതായിരുന്നു. കുഴപ്പമില്ല, കണ്ടിരിക്കുക. ഒരു വൺ ടൈം മൂവി. കോമഡി പടം കൊള്ളാം, നല്ല പടമാണ്. ത്രില്ലർ മൂവിയാണ്, കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ ഫൈറ്റ് സീൻസ് ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. ഏത് മൂടാണ് പടം? പൊളി മൂടി, ഫൈറ്റ് സീനൊക്കെ കൊള്ളാം. നല്ല എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട് മൊത്തത്തിൽ. പിന്നെ കോമഡി നല്ല രസമുണ്ട്. നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഒരേ പൊളി. മൊത്തത്തിൽ ഈ സിനിമ ബിലോ അവറേജിലാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ഈ കഥ എന്താണെന്നോ എന്താണ് ഇതിൽ കാണിക്കുന്നതെന്നോ നമുക്കൊന്നും കണക്റ്റഡ് ആവില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെ കിളി പോയ അവസ്ഥയിലാണ് ഈ സിനിമ ഫസ്റ്റ് ഹാഫ് വരെ വരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഈ സിനിമ അതിലെ കഥ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിലോട്ട് പോകുന്നത്. പിന്നെ ലോജിക്കൊന്നുമില്ല, നമ്മൾ സിനിമയാണെന്നുള്ള ആ ചിന്തയിൽ പോകണം. പിന്നെ അതിലെന്തൊക്കെയാണ് കാണിക്കുന്നത് അതിൻ്റെ ലോജിക്കിലോട്ടേ പോകരുത്. അവിടുന്ന് വരുന്നു കുറേ പേര് അടിയുണ്ടാക്കുന്നു, വന്നു പോകുന്നു എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ആകെയിൽ ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ഷൻ കൊറിയോഗ്രാഫി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്റ്റണ്ട് സീനിൽ മാത്രമുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ എന്തോ പഴയ നമ്മുടെ പ്രിയദർശൻ സിനിമകളിലൊക്കെ ഇങ്ങനെ സീരീസ് ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ കാണിച്ച് കണക്ട് ചെയ്ത് ഉള്ള എന്തൊക്കെയോ തമാശയെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര വർക്കൗട്ടായില്ല. പിന്നെ ഈ നമ്മുടെ 2K കിഡ്സിനൊക്കെ വല്ല കറക്റ്റായിട്ട് കണക്റ്റഡ് ആകുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്കെന്തായാലും പലതും കണക്റ്റഡ് ദയിച്ചില്ല എന്ന് തന്നെ പറയാം. ബാബു ആന്റണിയെ ഭയങ്കര ഹൈപ്പിലാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. പിന്നെ ആ പുള്ളിയെ പിന്നെ ഒരു മണ്ടൻ വേഷത്തിലോട്ട് ആ കഥയങ്ങ് വേറെന്തൊക്കെയോ ലെവലിലോട്ട് ഈ കഥ പോയിട്ടുണ്ട്. പിന്നെ നരേനെ ശരിക്കും ഒരു കോമാളി വേഷത്തിൽ കാണിച്ചേക്കാണ്. പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സംഭവത്തിൽ മൊത്തത്തിലൊരു പുകയായിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയ സിനിമ. നല്ല പടം, എൻഗേജിങ് ആണ്, എൻഡ് ടു എൻഡ് കോമഡി, കുഴപ്പമില്ല. നല്ല കോമഡിയാണ്, ലൈവായിട്ട് പോകുന്ന പടം, ഇടയ്ക്ക് ബോറടി ഒന്നുമില്ല. ബൈജു നല്ലതായിരുന്നു. പിന്നെ പുതിയൊരു പയ്യൻ ഇവരുടെ കൂടെ ഉള്ള പുള്ളി കൊള്ളായിരുന്നു, പാട്ടൊക്കെ എല്ലാം കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എൻഗേജിങ് ആണ്, നമുക്ക് ബോറടിയില്ല, സമയം പോകുന്ന അറിയത്തില്ല. ഇത് വെറും ഒരു ആവറേജ് പടം, വേണമെങ്കിൽ ഒരു നോക്ക് കാണാം. അതായത് ഒരു ഫെസ്റ്റിവൽ മോഡാണ് പിടിച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ബൈജു സന്തോഷും ഭഗത് മാനുവലും കൊള്ളാം. ഭഗത് മാനുവൽ സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ചെയ്തേക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു വേഷമാണ്. ഈ രണ്ട് ആക്ടേഴ്സാണ് കൊള്ളാമെന്ന്. ബാക്കി ഒരുപാട് പേരുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ, പിന്നെ ജീവയൊക്കെ ഉണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ വൺ ടൈം വേണമെങ്കിൽ ഒന്ന് കണ്ട ഒരു ആവറേജ് ഒരു പടം, അല്ലാതെ ഭയങ്കര തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടം. കോമഡിയൊക്കെ ഒരുപാട് പേര് ആക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞത്, ആക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
ആക്ഷനൊക്കെ ജസ്റ്റ് വന്നു പോകുന്ന സാധനങ്ങൾ, അതൊന്നും എടുത്തു പറയാനൊന്നുമില്ല. കോമഡീസ് ആണെങ്കിലും നമുക്ക് ചിരി വരുന്ന 1-2 സംഭവങ്ങളേ ഉള്ളൂ, വേറെ അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാനപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആവറേജ് ഒരു പടം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ആവറേജ്, അല്ല വലിയ സംഭവമൊന്നും. കൊള്ളാം, സൂപ്പർ സിനിമ. പിന്നെ കണ്ടോണ്ടിരിക്കാനായിട്ടായിരുന്നു കൊള്ളാം, സൂപ്പർ സിനിമ. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ കിട്ടില്ല. ഇല്ല, എല്ലാം കൊള്ളാം, എല്ലാം ഫൈറ്റ് സീൻ എല്ലാം കൊള്ളാം, ഒന്നും മോശമൊന്നും പറയാനില്ല, കൊള്ളാം.